ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകൻ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലായി മകൻ്റെ കള്ള ലക്ഷണം കണ്ടപ്പോൾ 1000 രൂപ, അതായത് രവിയേട്ടൻ്റെ 1000 രൂപ കട്ടെടുത്തത് ഇവനാണെന്നുള്ളത്. അപ്പോഴേക്ക് രവിയേട്ടൻ ഓർക്കാത്തതായിരിക്കും. ആ പൈസ എടുത്ത് രവിയേട്ടൻ ചിലപ്പോൾ ചിലവാക്കി കാണും, അത് മറന്നുപോയതായിരിക്കും എന്ന് ചന്ദ്രമതിയുടെ വക ഒരു ഡയലോഗ്. അശോകന്റെ കൂടെ ഒരുമിച്ച് പുറത്ത് പോയിരുന്നല്ലോ, അപ്പം ചിലവാക്കി കാണും എന്നൊക്കെ പറഞ്ഞു. ആഹാ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ കാശ് ചിലവാക്കുന്നത് നീ കണ്ടോണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം രവിയേട്ടൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയ ആവശ്യമില്ലാത്ത കാശ് ചിലവാക്കാറുണ്ട്. ഇത്രയും വർഷമായിട്ട് അയാൾ നിങ്ങൾക്ക് ഒരു ചായ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. നിങ്ങൾ അയാൾക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു. ഈ 1000 രൂപയും അങ്ങനെ തന്നെ ചിലവാക്കി കാണും. ഇവിടെ കൊണ്ടുവന്ന് പോക്കറ്റ് തപ്പിയത് കാണുമോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ കാശൊന്നും ചിലവാക്കിയിട്ടില്ല എന്ന് അച്ഛൻ അന്നേരം തറപ്പിച്ച് പറഞ്ഞു. മകൻ അന്നേരം അമ്മയെ ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞ് അവിടുന്ന് നൈസായിട്ട് ഊരി പോകാൻ നോക്കുമ്പം നിൽക്കണം അവിടെ എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടനെ അടുത്തേക്ക് ഇരുന്നു. നിൻ്റെ കയ്യിൽ ഒരു 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാകുമെന്ന് രവിയേട്ടൻ ചോദിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കാശൊന്നും ഇല്ലച്ചാന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, കാശൊക്കെ ഇപ്പോൾ മൊബൈൽ വെച്ച് ഓൺലൈൻ പേയ്മെൻ്റ് അല്ലേ നടത്തുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയായി, ഇപ്പോൾ ആരാ കാശ് കൈക്കൊണ്ട് നടക്കുന്നത്? ശരി ഓക്കെ നീ ചെല്ലെന്നും പറഞ്ഞങ്ങനെ മകനെ പറഞ്ഞു വിട്ടു. എൻ്റെ ദൈവമേ, 1000 രൂപ പോയെന്ന് പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പോകുമ്പോൾ അമ്മയും ഒരു നെടുവീർപ്പിട്ടിങ്ങനെ അവിടെ നിൽക്കുക. എന്നാലും 1000 രൂപ അത് എവിടെ പോയി എന്നും പറഞ്ഞ് ഞാനത് പോക്കറ്റിൽ തന്നെ വെച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇന്നിങ്ങനെ പറയുമ്പം രവിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോയി. അപ്പോൾ എന്നാലും പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഞാൻ പോക്കറ്റിൽ തന്നെയാണ് വെച്ചതെന്ന് പറഞ്ഞ് ഭയങ്കര ഇതിൽ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി പാർലറിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. അപ്പം മീര വന്നിട്ട് ചോദിച്ചു, എന്താ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന്. ദാസിനെ വിളിച്ച് ടോർച്ചർ ചെയ്യില്ല എന്ന് പറഞ്ഞു ചോദിക്കുമ്പം അതവൻ പറയും, അവന് കിട്ടേണ്ടത് കിട്ടുമ്പോൾ അവൻ പറയുമെന്ന് പറയും. പിന്നെന്താ നിനക്ക് ഇന്നൊരു സന്തോഷം? ശ്രുതി ഉത്സാഹത്തോടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, അതാ എൻ്റെ സന്തോഷമെന്ന് ശ്രുതി പറയുമ്പം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഇങ്ങനെ സന്തോഷിച്ചാൽ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് മീര ചോദിക്കുക. എന്തായാലും ശ്രുതിയുടെ മടി മാറിയല്ലോ, ഏത് ജോലിക്കും പോകാമെന്നുള്ള മനസ്സും വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മീരയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ മീര പറഞ്ഞു, നിൻ്റെ ഇളയച്ചൻ മെസ്സേജ് അയക്കുകയാണെന്ന്. എൻ്റെ ഇളയച്ചനോ? ബീരാനിക്ക് ജോഷി സാർ എന്തു പറഞ്ഞു, എപ്പോഴാണ് ഷൂട്ടിങ്, എൻ്റെ ഡേറ്റ് എപ്പോഴാ എന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് പറയുമ്പം നീ റിപ്ലൈ അയക്കുന്നില്ലേ എന്ന് ചോദിച്ചു ശ്രുതി. അതൊക്കെ പിന്നെ അയച്ചോളാമെന്ന് മീര. എത്ര നാൾ അയാളെ നമ്മളിങ്ങനെ പറ്റിക്കും? അയാൾ ചില്ലറക്കാരനൊന്നും അല്ല, ചാൻസ് കൊടുത്തില്ലെങ്കിൽ അയാൾ ഉറപ്പായും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോന്നും. ഇക്കാര്യം പറഞ്ഞ് അയാളെൻ്റെ വീട്ടിലെങ്ങാനും കയറി വന്ന് അതോടെ തീർന്നു, എല്ലാ കള്ളവും വെളിച്ചത്താകുമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ പേടിക്കാതിരിക്കുക, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്, പിന്നെ നീ ഇതിനെ ടെൻഷനാവുന്നേ? എങ്ങനെ നോക്കും? അഭിനയിക്കാൻ അവസരത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യും. അതുപോലെ അവസരം കൊടുത്തില്ലെങ്കിലും അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം പറയുമ്പം നമുക്ക് ഡയറക്ടർ സാറിനെ കണ്ട് അയാൾക്കൊരു അവസരം കൊടുക്കാനായിട്ട് പറഞ്ഞാലോ എന്ന് മീര ചോദിച്ചു. അപ്പം നീ നടക്കണ കാര്യമല്ലെന്നും പറയാനായിട്ട് ശ്രുതി പറയുക. അയാൾ പുറത്തിറങ്ങി നടന്ന് ആ സച്ചിയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാൽ അതും പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഈ ശ്രുതി. പുറത്തിറങ്ങുമ്പോൾ അയാൾ മങ്കിക്കാപ്പ് ധരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ സച്ചിക്ക് നല്ല സംശയമുണ്ട്, അവനെ പേടിക്കണമെന്നുള്ള കാര്യം ശ്രുതി മീരയോട് പറയുവാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ശ്രുതി. എന്ത് ഐഡിയ? അത് പിന്നെ നമ്മൾ ബീരാനിക്കെ ചെന്ന് കാണുന്നു, ഡയറക്ടർ വിളിച്ചു, ഇളയച്ചൻ്റെ ആ ഒരു കാര്യം ചെയ്യാവുമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം, ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറയും. വില്ലനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അടിക്കാൻ പറയുന്നു. അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്, ചെന്ന് അടിക്കെന്ന് പറഞ്ഞാൽ അയാൾ അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലൻ ആരാണെന്ന് ശ്രുതി ചോദിക്കുമ്പം നവീൻ ദാസ്. കൊട്ടേഷൻ ക്യാഷ് അത് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം, അവൻ്റെ കൈയും കാലും ബീരാനിക്ക് തല്ലി ഒടിച്ചോളൂ എന്നൊക്കെ മീര ഇങ്ങനെ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുമ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടാനുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ബീരാനിക്ക് ഉറപ്പായിട്ട് അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 അവളുമാരും കൂടെ പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ നവീൻ ദാസിനെ ഒതുക്കാമെന്നുള്ളൊരിത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി പോയി ഇൻ്റർവ്യൂവിന് ഇരിക്കുക. അപ്പോൾ തൊട്ടരികിൽ 2 പേര് ഇരിപ്പുണ്ട്. അവർ വളരെ കൂളായി മാന്യമായി ഇങ്ങനെ സംസാരിക്കുന്നു ഈ ശ്രുതിയോട്. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണോ എങ്ങനെയാണെന്നൊക്കെ. ഞാൻ പങ്കെടുത്ത ഇൻ്റർവ്യൂകൾ അതിൻ്റെ എണ്ണം പോലും എനിക്ക് പറയാൻ പറ്റില്ല ബ്രോ, പങ്കെടുത്തതിന് യാതൊരു കണക്കുമില്ല, പോകെ എക്സ്പീരിയൻസ് ആയിക്കോളും, ടെൻഷനൊക്കെ താനേ ഇല്ലാതാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ശ്രുതി. അല്ല, കണക്കില്ലാത്ത അത്ര ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ജോലിയൊന്നും കിട്ടിയില്ലെന്ന് അവർ ചോദിച്ചപ്പോൾ അപ്പോൾ അത് പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ഒരു ജോലിയൊന്നും എനിക്കതൊരു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അവരോട് ചോദിക്കുക, ക്വാളിഫിക്കേഷനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ ടാലൻറ്റിനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ പറയാം. അപ്പോഴത്തേനും അവിടെ ഇരുന്ന ചെറുക്കൻ എന്നെ തന്നെ സെലക്ട് ചെയ്യണം ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ശ്രുതി ചിരിക്കുക.
എന്താ ബ്രോ പ്രാർത്ഥിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നെ ഈ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ സുധി അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സുധി തന്നെ വലിയവനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം അവർ രണ്ടുപേരെയും കാണാതായി. സുധി ഞെട്ടിപ്പോയി. അയ്യോ ഇവരിത് എവിടെ പോയി, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി അവിടെ ഇരിക്കുക. അപ്പോൾ രണ്ടും അപ്രത്യക്ഷമായല്ലോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഡിഗ്രി കണ്ടാൽ പിന്നെ ആരിവിടെ നിൽക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി ഇറങ്ങി വന്നു. മിസ്റ്റർ സുധി അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് സുധി അകത്തേക്ക് വിളിച്ചു. സുധി അകത്ത് ചെന്നു. സാറുമാരെ ഫയലും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഫയൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാറുമാർ ഈ ഫയലിലേക്ക് നോക്കുന്നു, സുധിയെയും നോക്കുന്നു, മാറി മാറി നോക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയ ആൾക്കാരിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ താങ്കളാണെന്നുള്ള കാര്യം സുധിയോട് ഇങ്ങനെ പറയാം അവർ. അപ്പം ഇൻഫാക്റ്റ് എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് സുധി വീണ്ടും അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി. കിട്ടാനുള്ളതും കൂടെ വേണ്ട എന്ന് വെക്കുന്ന ഒരു രീതി. അപ്പോൾ സാർമാർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ഓരോന്ന് പറയാം. സാർ ഞാൻ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്, എൻ്റെ സാലറി എത്രയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധി പറയുമ്പം ഫുൾ ഡീറ്റെയിൽസ് പറയാം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുധിയുടെ സാലറി വരെ അവർ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പം അയ്യോ എനിക്ക് ഇത്രയും രൂപയ്ക്ക് സാലറി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് സുധി ഇങ്ങനെ കിടന്ന് തുള്ളുക. അപ്പോഴേക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊരു എമൗണ്ട് ഇവിടെ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ആയിരിക്കും അല്ലേ എന്ന് സുധി ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ പേ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ക്യാഷ് എടുക്കുക. സാർ ഒരു 250 അല്ലെങ്കിൽ 300 മതിയാവോ സാറിനൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഈ പൈസ എടുത്ത് കാണിക്കുക, അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പം തന്നെ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സുധി ജോക്ക് പറയുകയാണെന്ന് സാറുമാർ സുധിയോട് ചോദിച്ചു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നതെന്ന് അന്നേരം അദ്ദേഹം പറഞ്ഞു. അതിന് നിങ്ങൾ 40 lakhs കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സുധി. 14 ലക്ഷമോ? യെസ്. അപ്പോഴത്തേക്ക് സുധി ഇങ്ങനെ നോക്കുക, ഇനി 14 രൂപ പോലും ബാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് പേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് കുടഞ്ഞ് കാണിക്കുകയാണേ. അപ്പോൾ താങ്കൾ 14 ലക്ഷം രൂപ അടച്ചാൽ ഞങ്ങൾ പ്രോസസ്സ് ആരംഭിക്കും, വിത്തിൻ 1 month താങ്കൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാർ ഇത് ഈ പറയുന്നത്, നിങ്ങൾ ജോലി തരും സാലറി തരുമെന്നൊക്കെ കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പം നിങ്ങൾ എന്നോട് 14 ലക്ഷം രൂപ ചോദിക്കുന്നു. അപ്പോൾ നല്ല സാലറി കിട്ടും, ഡോളറിൽ കണക്ക് കൂട്ടിയാൽ നിങ്ങൾ ഈ തരുന്ന 14 ലക്ഷം രൂപ 3 മാസം കൊണ്ട് സാലറിയായി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അല്ല ഈ 14 ലക്ഷം ഒരുപാട് ഒരുമിച്ച് അയക്കണോ അതോ മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണോ എന്നൊക്കെ സുധി ഇവരോട് ചോദിക്കുമ്പം ഞങ്ങളെന്താ ഹോം അപ്ലയൻസ് ഷോറൂമാണ് നടത്തുന്നത്, ഇൻസ്റ്റാൾമെൻറ്റിൽ കാശ് അടയ്ക്കാമെന്നൊക്കെ സാറുമാർ ഇങ്ങനെ സുധിയോട് ചോദിച്ചു. 14 ലക്ഷം രൂപ ഒരുമിച്ച് അടച്ചേ പറ്റുള്ളൂ, എങ്കിലേ ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ദൈവം 14 ലക്ഷം രൂപ ഒരുമിച്ച്. അപ്പോൾ 2-3 ആഴ്ചക്കകം ക്യാഷ് അടിച്ച് ഞങ്ങൾ അപ്പം തന്നെ പ്രോസസ്സ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ശ്രുതി അതും പോയല്ലോ എന്ന് പറഞ്ഞ് കണ്ണീരും കയ്യുമായിട്ട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി ആട്ടോ. ശ്രുതി വെപ്രാളം കയറി ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു, അതുപോലെ തന്നെ അച്ഛനും സച്ചിയും ഒക്കെ വന്നു. എല്ലാവരും വന്നപ്പോൾ ശ്രുതി ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുക. ശ്രുതി വരുന്നത് നോക്കി ഇരുന്നത്. അപ്പോൾ ചന്ദ്രമതി ചോദിച്ചു എന്ത് പറ്റി മോളെ, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ ഉണ്ടക്കണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ എന്തു പറ്റി മോളെ എന്ന് നമ്മുടെ രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയതാണെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂയോ? അപ്പോൾ അവൻ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുമ്പം അപ്പോൾ ആ ജോലിയും പോയല്ലേ എന്ന് സച്ചി. അപ്പോൾ രേവതി അങ്ങോട്ടേക്കൊന്നു അച്ഛൻ ഞാൻ പറഞ്ഞില്ല അവൻ ഒരു ജോലിയും ചെയ്യില്ല എന്ന്, ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലി അവൻ കളഞ്ഞു. അപ്പോൾ തള്ളയുടെയും മോളുടെയും കള്ളക്കളി മുഴുവനും നമ്മുടെ സച്ചി പൊളിച്ചെടുക്കി കൈ കൊടുത്തു. അപ്പോൾ ശ്രുതി എന്താ ഇതൊക്കെ എന്ന് രവിയേട്ടൻ ചോദിച്ചു. അവൻ ആ ജോലി വിട്ട് കളഞ്ഞു എന്ന് ചോദിച്ചു അച്ഛൻ. എപ്പോഴവൻ ആ ജോലി വിട്ടതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ആലോചിക്കുക എന്താ പറയേണ്ടതെന്ന്. പെട്ടെന്ന് ചാടിക്കയറി അത് ഇന്ന് അവൻ ജോലി വിട്ടതെന്ന് ചന്ദ്രമതി പറയും. അപ്പോഴേക്കും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. മകനെ രക്ഷിക്കാൻ വേണ്ടി തലകർന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. അവൻ ചുമ്മാതെ ഒന്നും ജോലി വിടില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം അവിടെയുള്ളവർ വരട്ടേതുകൊണ്ട് ഓടിപ്പോകുന്നതാണെന്ന് ചോദിച്ചു സച്ചി. അപ്പം നീ മിണ്ടാതിരേടാ രവേട്ട, ഇപ്പോൾ ഉള്ള ജോലിയെക്കാളും ഉയർന്ന ജോലി അവന് കിട്ടുമെന്ന് ചന്ദ്രമതി പറയുക. അതുകൊണ്ടാണ് അവൻ ഈ ജോലി വിട്ടതെന്നും. അപ്പോൾ അതേ അങ്കിൾ ഒരു ഫോറിൻ ഏജൻസി കമ്പനികളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ശ്രുതി അതിന് അപ്ലൈ ചെയ്തിരുന്നെന്നും അവരിൽ നിന്ന് കോൾ ലെറ്റർ വന്നതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയതാണെന്നും പറഞ്ഞു. ജോലി കിട്ടിയതുപോലെയാണല്ലോ ബിൽഡപ്പ് കൊടുക്കുന്നത്. ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. അവനെപ്പറ്റി നമുക്കറിയില്ലേ, ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ ഇവൻ പഠിപ്പിക്കാൻ നിൽക്കും. അവനെ അവിടെ നിന്ന് തടിച്ചവിട്ടി പുറത്താക്കുകയും ചെയ്യുമെന്ന് സച്ചി പറയുമ്പം അങ്കിൾ ശ്രുതിയെ പറ്റി പറയുന്നത് കേട്ടില്ലെന്ന് ശ്രുതി. അപ്പം ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ജോലി കിട്ടുന്നതിന് മുൻപേ അത് കിട്ടുമെന്ന് കരുതി ഉള്ള ജോലി ആരെങ്കിലും വിടുമോ എന്ന് ചോദിച്ചു സച്ചി. ഒരു മണ്ടൻ ഡിഗ്രി വിഴുങ്ങി അവൻ
അപ്പം അവനൊന്നും ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് ചന്ദ്രമതി. ജോലി കിട്ടിയതിൻ്റെ സന്തോഷ വാർത്തയുമായിട്ടായിരിക്കും അവൻ ഇങ്ങോട്ടേക്ക് വരിക. കണ്ടോളാൻ പറഞ്ഞു തീർന്നില്ല, ആടി തൂങ്ങി കയറി വരുന്നുണ്ട് ജോലി കിട്ടിയവൻ. അപ്പോൾ അതേ വരുന്നുണ്ടല്ലോ ജോലി കിട്ടിയവനെന്ന് സച്ചി പറയുമ്പോഴേക്കും ചന്ദ്രമതി ഓടി ഇറങ്ങി ചെല്ലും. എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുക. അപ്പോൾ എടാ വന്ന് നീ എല്ലാം തുറന്ന് പറയടാ, നിന്റെ ജോലി പോയതൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി നിന്ന് എന്നൊക്കെ പറഞ്ഞ് നിന്നിങ്ങനെ കരയുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയൊക്കെ ആകെ വെള്ളത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ചന്ദ്രമതിയും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതി അന്നേരം ഒന്നും മിണ്ടാതെ അവിടെ പോയെങ്കിൽ ഇരുന്ന് കരയുന്നു. അപ്പോഴേക്കും നിനക്കെന്താ മനെ പറ്റി, നീ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി. അപ്പോഴും സച്ചിയും അച്ഛനും രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ. അപ്പം എന്താടാ മോനെ, എന്താടാ പറ്റിയ, നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മയോട് കാര്യം പറയപ്പോൾ ചെവിയിൽ അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞു. ചെവിയിൽ ജോലി കിട്ടി 14 ലക്ഷം രൂപ കെട്ടി വെക്കണമെന്നുള്ള കാര്യം രഹസ്യമായിട്ട് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി നടുങ്ങിപ്പോയി. അപ്പോഴേക്കും ചന്ദ്രമതി ഒരു ഒറ്റ കരച്ചിൽ. ചന്ദ്രമതിയും വാവിട്ടിരുന്ന് കരയുന്നു. അപ്പോൾ ആണോടെ മോനെ നീ അതേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയും മോനും ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നുമില്ല. എൻ്റെ ദൈവമേ, ഇതിനാണോ ഞാൻ എൻ്റെ മോനെ എൻ്റെ അടുത്ത് അടച്ചു വെച്ച് വളർത്തിയതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ. ശ്രുതിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ശ്രുതിയും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതിയും ഭയങ്കര കരച്ചിൽ. അപ്പം അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അയ്യോ ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ. അപ്പോൾ ചങ്കത്തടിച്ചാൽ കരയുന്ന ചന്ദ്രമതിയെ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. ഇത് എന്തൊരു കരച്ചിലാന്ന് ഓർത്ത്. കരയല്ലേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് ഭയങ്കര ഇത്. അമ്മ ഒരു ജോലിയുടെ കാര്യമല്ലേ അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും അമ്മയും കൂടെ കിടന്ന് കാണിക്കുമ്പം നിർത്താനാ പറഞ്ഞത്. എന്തിനാടി നീ ഇവനെ ഇവിടെ കിടന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആശയോട് ഞാൻ വളർത്തിയത് ഇതിനായിരുന്നോ എന്നൊക്കെ ചോദിക്കുക ചന്ദ്രമതി. അപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ ശ്രുതി എന്താ പറ്റിയെന്ന് പറയാൻ ശ്രുതി ചോദിച്ചു. രണ്ടുപേരും എന്തിനാ ഇങ്ങനെ കരയുന്നതെന്നും ശ്രുതിയോട് ചോദിക്കുമ്പം ചെറിയ കുട്ടികളെ പോലെ കരയാവൻ വരുന്ന വഴിക്ക് UP സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി നിന്നെ തല്ലിയോടാന്നൊക്കെ സച്ചി ചോദിക്കുമ്പം ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട്. എന്താടാ ശ്രുതി പറ്റിയേ, എന്തിനാടാ നീ നിന്റെ അമ്മയും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. അവൻ ഇൻ്റർവ്യൂവിന് പോയതല്ലേ, ജോലി കിട്ടി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും രണ്ടുപേരും ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നതെന്ന് സച്ചി അന്നേരം ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. സച്ചി അത് പറഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ തുറച്ചു നോക്കുക. ശ്രുതി എന്താ കാര്യം, ജോലി കിട്ടിയില്ലേന്ന് ശ്രുതി ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ശ്രുതി അറിയാനുള്ള ആ ഒരു വ്യഗ്രതയോടുകൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ. അവിടെ ചെന്നിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് ശ്രുതി അത് പിന്നെ എനിക്ക് ജോലി കിട്ടി ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതെ, അപ്പോൾ എൻ്റെ ടാലൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവരെന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ കെട്ടിപ്പിടുത്തമായി, അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് ജോലി തന്നു അവർ? അതേടാ എനിക്ക് ജോലി കിട്ടി അച്ഛാ, ഞാൻ കൃത്യമായിട്ട് എൻ്റെ ശമ്പളം പറഞ്ഞ അച്ഛൻ്റെ ഈ മോൻ ബോധം കെട്ട് വീഴും, അതുകൊണ്ട് ഞാൻ ലക്ഷങ്ങളുടെ കണക്കൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന് ശ്രുതി പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഒന്നും നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ദേഷ്യപ്പെട്ടു. സന്തോഷമുള്ള കാര്യമല്ലേ ശ്രുതി പറഞ്ഞു, പിന്നെ എന്തിനാ നീ ഇങ്ങനെ നടന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം നല്ല ജോലി നല്ല സാലറി, പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങനെ കരയുന്നതെന്ന് ശ്രുതിയും ചോദിച്ചു. അപ്പോൾ ഒത്തിരി ശമ്പളം വാങ്ങിയിട്ട് എന്താ കാര്യം, എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പിന്നെ ദൈവം ഇപ്പോഴാണ് ഇവനെ ശരിക്കും കണ്ണ് നിറഞ്ഞ് ഒന്ന് കണ്ടത്, എന്നാലും എൻ്റെ കൂടെ നീ ഇല്ലല്ലോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരയുമ്പോൾ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിന്ന് കരയും കേട്ടോ. അപ്പോൾ ശ്രുതി എന്തൊക്കെയാടാ ഇവള് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ, ഇത് എന്നെ കാര്യമെന്ന് അച്ഛൻ ചോദിക്കുമ്പം അച്ഛാ എനിക്ക് ജോലി കിട്ടിയത് അങ്ങ് കാനഡയിലാണെന്നുള്ള കാര്യം ശ്രുതി പറയാം. അപ്പോൾ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അമ്മയ്ക്ക് എന്നെ വിട്ട് നിൽക്കണ്ടേ, അതിൻ്റെ സങ്കടം അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.